ലോകമെമ്പാടും വളരെ മികച്ച അഭിപ്രായങ്ങൾ നേടിക്കൊണ്ട് ബോക്സ് ഓഫീസിലൊക്കെ നിറയെ കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. ഫോൾ ഗൈ എന്ന് പറയുന്ന സിനിമയാണ്. ആ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് വൻ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. ആൻഡ് ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷമാണ് ഞാൻ തിയേറ്ററിലേക്ക് പോകുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളിലെ പ്രതീക്ഷ കുറച്ചും കൂടി കൂടുകയാണ് ചെയ്തത്. ആ പ്രതീക്ഷകളൊക്കെ വെച്ചുകൊണ്ട് പോയതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് ഈ സിനിമ കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്കുണ്ടാകും എന്ന് ഞാൻ കരുതിയൊരു എക്സൈറ്റ്മെൻറ്റ്, ഒരു വൻ ആവേശം അത് സത്യത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ, സിനിമ തുടങ്ങുമ്പോൾ ആ ഒരു സമയം തൊട്ട് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് പറയുന്നത് സിനിമ സെറ്റിലെ കാഴ്ചകൾ, ഹോളിവുഡ് സെറ്റിലെ കാഴ്ചകൾ നമ്മുടെ മുമ്പിൽ വളരെ രസമായിട്ട് കാണിക്കുന്നു എന്നുള്ളതാണ്. അതും ഒരു ഡ്യൂപ്പ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, ആൻഡ് അങ്ങനെ ഡ്യൂപ്പായിട്ട് നിൽക്കുന്ന ഒരാളും മെയിൻ ആർട്ടിസ്റ്റും തമ്മിലുണ്ടാകുന്ന ഒരു റിലേഷൻഷിപ്പ്, ഒരു സൈക്കിൾ എന്താണ്, അവരെ എങ്ങനെയാണ് ദുരുപയോഗം ചെയ്യുന്നതെന്നും അവരെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും ഒക്കെ കാണിക്കുന്ന അതിൻ്റെ ഒരുപാട് എലമെൻറ്റുകൾ എനിക്ക് വളരെ രസമായിട്ട് തോന്നി. അതിലെ റിസ്ക് എലമെൻറ്റുകളെ നമ്മുടെ മുന്നിൽ കാണിക്കാനും സിനിമയ്ക്ക് പറ്റുന്നുണ്ട്. ആൻഡ് സിനിമയുടെ ഒരു ടോട്ടൽ, ഒരു ഓവറോൾ ആറ്റിറ്റ്യൂഡ് ഉണ്ട് അതിലെ. ഡയലോഗ് ഡെലിവറീസ് ആണെങ്കിലും, അതായത് ലൈഫിൽ ഏറ്റവും റിസ്ക് ഉള്ള കാര്യം ഈസി ആയിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഈ വളരെ റിസ്കി ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ അവർ കടന്നു പോകുമ്പോഴും അവർ വളരെ കാഷ്വലായിട്ട് സംസാരിക്കാൻ ചിലപ്പോൾ പറ്റുന്നുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഈ തരത്തിലുള്ളൊരു ഡയലോഗ് കോൺവെർസേഷൻ പരിപാടികൾ ഇതിലെ ലീഡ് ക്യാരക്ടേഴ്സ് തമ്മിലൊക്കെ സംഭവിക്കുന്നത്. എനിക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ്, ഡയലോഗ്സിലൊക്കെ ഉള്ളൊരു കോൺവെർസേഷനിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സ്കോറിങ് അടിപൊളിയായിരുന്നു. ഫൈറ്റ് സീക്വൻസുകൾ വളരെ രസമായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. നല്ല ഹ്യൂമർ ഉണ്ടായിരുന്നു. അത്യാവശ്യം ചിരിക്കാനുള്ള എലമെൻറ്റുകളൊക്കെ സിനിമയിലുണ്ടായിരുന്നു. നല്ല പെർഫോമൻസുകളായിരുന്നു. എന്നെ സംബന്ധിച്ച് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ പോയ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇതിൻ്റെ ബേസിക് ഒരു സ്റ്റോറി ലൈൻ ഉണ്ടല്ലോ. അതായത് നായകൻ ഒരു പ്രശ്നം ഉണ്ടാകുന്നു, ഒളിവിൽ പോകുന്നു, അയാൾ തിരിച്ചു വരാൻ നിർബന്ധിതനാവുന്നു. ആ വരുന്നതിന് പിന്നിൽ, അയാളെ കൊണ്ടുവരുന്നതിന് പിന്നിൽ ഒരു റീസൺ ഉണ്ട്. ആ റീസൺ എന്ന് പറയുന്നത് ഈ മെയിൻ വിഷയത്തിലേക്ക് കടന്ന് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഊഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അതായത് ഇങ്ങനെ ഇയാളെ കൊണ്ടുവരുന്നത് ഇന്ന കാര്യത്തിനായിരിക്കും എന്ന് പറയുന്ന രീതിയിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ട് ഫീൽ ചെയ്തു. ആൻഡ് ഇതിലെ ക്ലൈമാക്സിലെ ട്വിസ്റ്റ് ഒരു ജമ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ സിനിമ കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഓൾറെഡി സിനിമ കണ്ടിട്ടുണ്ടാവണം. അപ്പോൾ ആ ഒരു ക്ലൈമാക്സ് ട്വിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ കോൺവെർസേഷൻ അല്ലെങ്കിൽ ആ ഐഡിയ എന്ന് പറയുന്നത്, അതും എനിക്കൊരു പഴയ ഐഡിയ ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഇത് മലയാള സിനിമയിലോ എവിടെയൊക്കെയോ കണ്ടിട്ടുള്ളത് പോലത്തെ ഒരു സംഭവമായിരുന്നു. എനിക്കൊരു ന്യൂ ഫീൽ, ഒരു ഫ്രഷ് ഫീൽ, കഥയിലെ ട്വിസ്റ്റ് ആണെങ്കിലും അതിലെ മറ്റ് എലമെൻറ്റുകളാണെങ്കിലും, അതായത് ഞാൻ പറയുന്ന സ്റ്റോറിയാണ്. ഇതിലെ ആക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ മാറി നിൽക്കുമ്പോഴും ആ കോർ ലൈനിൽ പോകുന്ന സ്റ്റോറി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ ബേസിക്, പ്രത്യേകിച്ചൊന്നും തരാനില്ലാത്ത ഒരു സ്റ്റോറി പോലെയാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ വോ മാൻ, ഞാനൊരു എക്സൈറ്റിങ് സാധനം കണ്ടു എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ഫീലില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന ആക്ഷൻ രംഗങ്ങളിലാണെങ്കിലും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഞെട്ടിപ്പിക്കുന്ന അങ്ങനത്തെ സാധനങ്ങളൊന്നും തോന്നിയിട്ടില്ല. ഒരു അത്യാവശ്യം രസമുള്ള തിയേറ്ററിൽ ഇങ്ങനെ കണ്ടിരിക്കാവുന്നൊരു പടം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു വൻ സംഭവമല്ല എന്നെ സംബന്ധിച്ച് ഫോൾ ഗൈ. പക്ഷേ അത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ വേറിട്ടൊരു അഭിപ്രായം ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ആളുകൾക്ക് അതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.